വേണ്ട, ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ തെങ്ങണ പെരുമ്പനച്ചി വന്നപ്പോൾ അത് മാമൂട്ടിൽ നിന്ന് നടക്കപ്പാടം കഴിഞ്ഞ് പെരുമ്പനച്ചി എത്തിയപ്പോൾ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. കുറേ പേര് ഇങ്ങനെ പാലത്തേക്കൂടെ നോക്കി നിൽക്കുന്നത്. ഞാനോർത്ത് ആരെങ്കിലും ചാടിയതായിരിക്കുന്നു, പക്ഷേ ചാടിയതല്ല, താഴോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. തോട്ടിലെ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും അവരതിനകത്തുനിന്ന് മീൻ പിടിക്കുകയാണ്. ചെറിയ മീനൊന്നും അല്ല, നല്ല കിഡിലോസ്കി മീനാണ്. 1/2 കിലോയും മുകളിലുള്ള കല്ലടമുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? ചെള്ളക്കകത്ത് പൊതിഞ്ഞ് കിടക്കുമോ? ചാകല്ലേ? ഈ വെള്ളം പറ്റില്ലാതെ കിടക്കുമോ അത്? ചേട്ടന്മാർ തപ്പി പിടിക്കാൻ മീന്. അപ്പോൾ അങ്ങോട്ടെല്ലാം പിടിക്കാനുള്ളതാണോ? മുമ്പോട്ട് ദേഹിയാണോ അവർ? തുടങ്ങിയേ ഉള്ളൂ. അപ്പുറം കേട്ടോ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലേ, വരാലും ജേർമീനൊക്കെ ആയിട്ടല്ലേ? കാര്യമുണ്ടല്ലേ? കാര്യം അത് പുള്ളി കൈകൊണ്ട് പിടിക്കുന്നില്ലെന്തോ. കാര്യാണ്ടേ, കാര്യം പിടിക്കാൻ വേണ്ടി കൈ കൊണ്ട് പറ്റാത്തത് കൊണ്ട് പുള്ളി കമ്പ് പാത്രം കൊണ്ട് പിടിക്കാൻ ആവശ്യം. രണ്ടുപേരുടെ മുടക്കോല കിട്ടോ? രണ്ടുപേരുടെ പണിയാശി കിട്ടോ? പണിയാശി അല്ലേ? ഇത് ബണ്ട് കെട്ടാൻ മേലെ വെച്ചൂടെ? കുറച്ചും കൂടെ ബണ്ട് വെച്ചിട്ട് വെള്ളം ഇറങ്ങി പോരുവാ. ഇങ്ങോട്ട് ഒഴുക്കില്ല. ഇതിനടുത്തെല്ലാം വേസ്റ്റ് വന്ന് പാലത്തിനടി ലോഡാക്കി കിടക്കുക. ഓ, അപ്പൊ വെള്ളം പോകല്ല. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കാണിച്ചില്ല കേട്ടോ. ഇത് കണ്ടോ, പാലത്തിനടി കണ്ടോ? നമ്മുടെ നാട്ടുകാരുടെ ജനസേവനം, അതായത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയാം അല്ലേ? നമ്മുടെ നാട്ടുകാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് തന്നെ പറയാം കേട്ടോ. കൂടും വേസ്റ്റൊക്കെ കെട്ടിക്കൊണ്ടിട്ടേക്കുക. ഇതാ ഉറവിട മാലിന്യ സംസ്കരണം. അത് അവനവൻ്റെ വീട്ടിൽ തന്നെ ഈ വേസ്റ്റിലാണ് ഇടുവാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും. ഇത് പിന്നെ കടക്കാരുടെ ഈ നമ്മുടെ ഈ അറവുശാലയിലെ മാലിന്യങ്ങളൊക്കെ ചാക്കിനകത്ത് കെട്ടിയിട്ടില്ലേ, രാത്രി കാലങ്ങളിൽ കൊണ്ടിടുന്നു. ഓ, അറവുശാലയിലെ മാലിന്യങ്ങളും കടയിലെ വേസ്റ്റും ഒക്കെ എല്ലാം കൊണ്ട് രാത്രി കൊണ്ട് തട്ടുന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ശരിയായിരിക്കാം. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം വലിയ കേട്ടല്ലേ, ഈ തട്ടുകടയിൽ നിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ പരിസരത്ത് എല്ലാം കാണും. കൂടുതലും ഇത് അറവ് മാലിന്യങ്ങളാണ് ഈ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് വന്നേക്കുന്നതല്ല. കാരണം ഇവിടെ മാലിന്യം ഇടാൻ തക്ക രീതിയിലുള്ള ആൾക്കാർ ഈ പരിസരത്ത് ഇപ്പോഴത്തെ വീടുകളില്ല. പിന്നെ വല്ല യാത്രക്കാർ വഴിയെ വന്ന് ബൈക്കിൽ സന്ധ്യ കഴിഞ്ഞ് വലിച്ചെറിയുന്ന ചെറിയ കിറ്റുകളൊക്കെ ഉണ്ടെങ്കിലുള്ളൂ. വലിയ കിറ്റുകളൊക്കെ ആ ചാക്കുകെട്ടൊക്കെ കടക്കാർ കൊണ്ടിടുന്ന കടക്കാരുടെ അല്ലേ? അപ്പോൾ ഇതൊരു ഭയങ്കര ദുരന്തമായൊരവസ്ഥ കേട്ടോ. ഭയങ്കര, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രകൃതിയെ കൊല്ലുന്നതിന് തുല്യം. പക്ഷെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അതാണ് കാര്യം. തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ തൊട്ട് കാൽ കീഴിലുള്ള പാലം മാടപ്പള്ളി പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോടാണ്. മാടപ്പള്ളി പഞ്ചായത്തിന്റെ നീരുറവ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയ്ക്കും ശരിക്കും പറഞ്ഞാൽ ജീവനാഡിയായിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് ഈ നശിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണക്കാരെ ആരോട് പറഞ്ഞാലേ, ഏത് LDF ആയാലും UDF ആയാലും ഏത് മുന്നണി വന്നാലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഇതിന് വേണമെങ്കിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനോ പദ്ധതി അവതരിപ്പിക്കാനോ സാധിക്കും. അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ക്രിയാത്മകമായ ജോലിയല്ലേ. അതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ മട കെട്ടിയൊക്കെ മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ, നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന ഇത്തരം കാഴ്ചകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ നമ്മുടെ നാടിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം പുതിയ ഒരു കാഴ്ചയായിട്ട് കാണാം കേട്ടോ. ചേട്ടാ, കിട്ടിയ മീനൊന്ന് കാണിക്കാൻ പറ്റുമോ? ആ വലക്കാത്തിട്ട് കാണിച്ചാൽ മതി. ആ വലക്കാത്തിട്ട് കുറഞ്ഞു തരാൻ പറ്റുമോ? അങ്ങ് താഴെ ചെല്ലണം അല്ലേ കാണിക്കണമെങ്കിൽ. ഒരു വലിയ മീനൊന്ന് കാണിച്ചാൽ മതി, കൈ പിടിച്ചാൽ മതി. ഒരു മീനെ താഴെ ചാടിപ്പോവല്ലേ, അവിടെ നിൽക്കാം. അവിടെ അതെന്നാ ചെമ്പല്ലിയാണോ, കല്ലടമുട്ടിയാണോ? ഒരു നാടൻ കല്ലടമുട്ടിയുടെ വലിപ്പം കണ്ടോ? നല്ല 1/2 കിലോ സൈസ് ഉണ്ടല്ലേ? 1/2 കിലോ ഉള്ള മീനാണ് കേട്ടോ.
ഓക്കെ